വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും ലീഗ് അതിൻ്റെ കൂടെ നിൽക്കുന്നുള്ളത് അതാണ് സ്വാഭാവികമായി എല്ലാ കാലം ആ പാരമ്പര്യം അതാണ്. കോൺഗ്രസ് ആര് തീരുമാനിക്കുന്നു അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. മതേതരത്തിൻ്റെയും അതുപോലെ വികസനത്തിൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ ഇവിടെ എല്ലാവർക്കും കാണാൻ കഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു മരണമാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. പാണക്കാട് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ഇനി വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എക്സിറ്റ് പോളുകളൊക്കെ തന്നെ UDF അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. UDF അനുകൂലമായുള്ള ഒരു സാഹചര്യം ഒന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്താണ് ഈ അവസാന ഘട്ടത്തിൽ അവസാന മണിക്കൂറിലെ പ്രതീക്ഷ? ഒരു UDF തരംഗം ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം എക്സിറ്റ് പോളുകൾ എല്ലാ ചാനലുകളും ഒരേ സ്വരത്തിൽ UDF അനുകൂലമായ ഒരു പോളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ വികാരം, ജനഹിതം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഭരണമാറ്റം ഇവിടെ ഉണ്ടാവും എന്നതിൽ യാതൊരു തർക്കവുമില്ല. വൻ ഭൂരിപക്ഷത്തിൽ നല്ല സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നതിൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ട്. ഈ UDF അധികാരത്തിൽ വരുന്നതിനോടൊപ്പം തന്നെ റിസൾട്ട് വരുന്നതിന് മുൻപേ സജീവമായിട്ട് നടക്കുന്ന ചർച്ചകൾ, കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും, 3 പേരുകൾ, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇതുവരെ ഒരു അഭിപ്രായമോ നിലപാടൊന്നും തന്നെ പരസ്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ചർച്ചകളൊക്കെ തന്നെ UDFൻ്റെ വിജയിച്ചു വരാനുള്ള സാധ്യതകളല്ല, അതിനൊക്കെ തന്നെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥം. അല്ല, സ്വാഭാവികമായും ഇപ്പോൾ ഏത് മന്ത്രിസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സ്വാഭാവികമുള്ള ഈ റിസൾട്ട് വരെ ഉണ്ടാകുന്ന സമയം ദൈർഘ്യമായതുകൊണ്ട് സ്വാഭാവികമായും ചർച്ചകൾ. അപ്പോൾ ആളുകൾ പണ്ടൊക്കെ രാഷ്ട്രീയം പറഞ്ഞിരുന്നത് പീഡിക കൊലയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലായി. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചകളുടെ ഒരു, എനിക്ക് തോന്നുന്ന വ്യാഖ്യാനമായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ. എന്നായിരുന്നു റിസൾട്ട് വന്ന് അധികാരം കിട്ടുമ്പോൾ ഐക്യകണ്ഠേന ഒരു തീരുമാനം ഉണ്ടാവും, അതിൽ യാതൊരു വിഷയവും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ തന്നെ സജീവമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ട്. എക്സിറ്റ് പോളുകൾ ചിലതൊക്കെ തന്നെ ജനവികാരം അദ്ദേഹത്തിനോടൊപ്പമാണെന്ന രീതിയിലുള്ള പ്രചാരണമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നൊരു അഭിപ്രായമുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേക അഭിപ്രായമില്ല. അത് UDF എന്താ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അവരുടെ മുഖ്യമന്ത്രി. അത് തീരുമാനിക്കാനനുസരിച്ച് ഞങ്ങൾ അതിന് കൂടെ നിൽക്കുന്നതാണ്. ഞങ്ങൾക്കായിട്ട് പ്രത്യേക അഭിപ്രായമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും ലീഗ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതാണ് സ്വാഭാവികമായി എല്ലാ കാലം ആ പാരമ്പര്യം അതാണ്. കോൺഗ്രസ് ആര് തീരുമാനിക്കുന്നു അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലീഗിൻ്റെ ഒരു നിലപാട്, അഭിപ്രായം ഉണ്ടെങ്കിലും ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കാനായിരിക്കും അല്ലേ, പരസ്യമായിട്ട് പറയില്ല എന്നുള്ളത്? ഇല്ല, അത് UDF സ്വാഭാവികമായി ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനവും ഇപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം 10 വർഷമായിട്ട് ലീഗ് അധികാരത്തിലില്ലാത്തൊരു പാർട്ടിയാണ്. ഈ പല വിമർശനങ്ങൾ ലീഗിനെതിരെ വരുന്നുണ്ടായിരുന്നത് അധികാരത്തിലില്ലെങ്കിൽ ലീഗ് തകർന്നു പോകുന്നുള്ളത്. പക്ഷേ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ച് സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയ ഒരു പാർട്ടിയായിട്ട് നമ്മൾ ലീഗിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് കണ്ടതാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ പ്രകടനത്തിനനുസരിച്ചുള്ളൊരു പരിഗണന മുന്നണിയിൽ UDF അധികാരത്തിൽ വന്നാൽ ലഭിക്കുന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ലീഗിനെപ്പോഴും നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട്. നേരത്തെയും നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട്. ഈ തവണയും നല്ല പരിഗണന കിട്ടും. അപ്പോൾ ലീഗ് എപ്പോഴും എല്ലാ സമയത്തും അതിൻ്റെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ തവണ കഴിഞ്ഞ 10 വർഷം, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 10 വർഷം അധികാരത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടിയെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവും. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ക്ലെയിമോ അല്ലെങ്കിൽ ഒരു വാശി പിടിക്കുകയോ അല്ലെങ്കിൽ നെഗോസിയേഷനോ ഉണ്ടാവില്ല. അത് ലീഗിന് അർഹതയുള്ളത് UDF ആലോചിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇല്ല, അതൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള പരിഗണന ഉണ്ടാവും. അത് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, അതിന് ശേഷമുള്ള ചർച്ചകൾക്ക് ആണ് ഇപ്പോൾ പ്രാധാന്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. മുഖ്യമന്ത്രിയായ ഒരു ചരിത്ര ലീഗിനെ സംബന്ധിച്ചിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇത്തവണ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയുണ്ട്. അത്തരം ചർച്ചകൾ, ബോഡികൾ, ലീഗിൻ്റെ ബോഡികൾ, ഈ ചർച്ചകൾ അങ്ങനെ അനാവശ്യ ചർച്ചകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് റിസൾട്ട് വന്ന് ഒരു ഐക്യകണ്ഠേന ഉള്ള ഈ സമവായത്തിലൂടെ UDFനുള്ളിൽ ചർച്ച ചെയ്തുകൊണ്ട് ഉള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയുള്ള ആവശ്യങ്ങളായിരിക്കും ഞങ്ങൾ ഉന്നയിക്കുക. തെരഞ്ഞെടുപ്പിൽ എന്ത് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിഫലിച്ചത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്? ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഇവിടെ വലിയ രീതിയിലുള്ള പരാജയം ഭരണത്തിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിലക്കയറ്റം വലിയ രീതിയിൽ രൂക്ഷമായ ഒരു വലിയ പ്രതിസന്ധിയാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്.
മാത്രമല്ല ആരോഗ്യരംഗത്തുണ്ടായ വീഴ്ചകൾ വലിയ രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം കൂടുതൽ പല രീതിയിലും നേരത്തെ ഇവിടെ ഇല്ലാതിരുന്നൊരു കാര്യമായിരുന്നു ഈ നമുക്കിടയിലുള്ള സഹവർത്തിത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പരാമർശങ്ങളും ഇവിടെ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൗഹൃദത്തിൻ്റെയും മതേതരത്തിൻ്റെയും അതുപോലെ വികസനത്തിൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ ഇവിടെ എല്ലാവർക്കും കാണാൻ കഴിയണം എന്നുള്ള രീതിയിലുള്ള ഒരു മരണമാറ്റം ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായും വികസനവും അതോടൊപ്പം തന്നെ വികസനം എന്ന് പറയുമ്പോൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം നടത്തുകയും അതേപോലെ ഇവിടെ സാമുദായിക ഐക്യവും സഹവർത്തിത്വവും മതേതരത്വമൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട്. വളരെ നന്ദി. എന്തായാലും വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു പ്രതികരണം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന തികഞ്ഞ വിജയപ്രതീക്ഷ UDF സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, മലപ്പുറം.